ഹരേ കൃഷ്ണ. വൈശാഖ മാസത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ഈ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മത്തെക്കുറിച്ചും പറയുന്ന സ്കന്ദപുരാണത്തിലെ ഒരു മനോഹരമായ കഥ പറയാം. പണ്ട് ഒരു ഗ്രാമത്തിൽ ധർമ്മദാസൻ എന്നു പേരുള്ള ഒരു പാവപ്പെട്ട ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വളരെ ദരിദ്രനായിരുന്നെങ്കിലും അദ്ദേഹം വലിയ വിഷ്ണുഭക്തനായിരുന്നു. വൈശാഖ മാസത്തിന്റെ മാഹാത്മ്യം കേട്ടറിഞ്ഞ അദ്ദേഹം ഈ മാസത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ തനിക്ക് കഴിയുന്നതൊക്കെയും ചെയ്യാൻ തീരുമാനിച്ചു. ധർമ്മദാസിന് വലിയ പൂജകളോ വലിയ ദാനങ്ങളോ നടത്താൻ പണമുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം ഒരു കാര്യം സ്ഥിരമായി ചെയ്തു. വൈശാഖ മാസത്തിലെ ഉഷ്ണകാലത്ത് ദാഹം കൊണ്ട് വലയുന്ന യാത്രക്കാർക്ക് കുടിക്കാൻ ശുദ്ധജലം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്രതം. ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പുണ്യനദിയിൽ കുളിച്ച് ഭഗവാനെ സ്മരിച്ച് മൺകുടങ്ങളിൽ വെള്ളം നിറച്ച് വഴിയരികിൽ വയ്ക്കും. വഴിപോക്കർക്ക് ദാഹമകറ്റാൻ അദ്ദേഹം അത് സ്നേഹപൂർവ്വം നൽകും. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും: ഭഗവാനെ, എനിക്ക് മറ്റൊന്നും നൽകാനില്ല. എൻ്റെ ഈ കൊച്ചു സേവനം അങ്ങ് സ്വീകരിക്കണമേ. മാസം മുഴുവൻ യാതൊരു മുടക്കവും കൂടാതെ അദ്ദേഹം ഈ ജലദാനം തുടർന്നു. വ്രതശുദ്ധിയോടെയും ഭക്തിയോടെയും അദ്ദേഹം അത് നിർവഹിച്ചു. കാലക്രമേണ ധർമ്മദാസന്റെ ആയുസ് അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷമെടുത്തപ്പോൾ പാപികളെ കൊണ്ടുപോകാൻ യമദൂതന്മാരെത്തി. എന്നാൽ അതിനു മുമ്പേ വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ വിഷ്ണുവിൻ്റെ ദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. യമദൂതന്മാർ അത്ഭുതത്തോടെ ചോദിച്ചു: ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലേ? എന്തിനാണ് നിങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്? അപ്പോൾ വിഷ്ണുദൂതന്മാർ പറഞ്ഞു: ഇദ്ദേഹം വൈശാഖ മാസത്തിൽ അതീവ ഭക്തിയോടെ വ്രതമനുഷ്ഠിക്കുകയും ദാഹിക്കുന്നവർക്ക് ജലം നൽകുകയും ചെയ്ത പുണ്യത്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു. മാധവമാസത്തിലെ ഈ ചെറിയ സത്കർമ്മം പോലും അക്ഷയമായ ഫലം നൽകുന്നു. അതിനാൽ ഇദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് പോകാൻ യോഗ്യനാണ്. ഇത് കേട്ട യമദൂതന്മാർക്ക് ഇദ്ദേഹത്തെ സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ ധർമ്മദാസൻ ഭഗവാന്റെ ലോകത്തേക്ക് യാത്രയായി. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭക്തിയുടെ വലിപ്പം. ചെയ്യുന്ന കർമ്മം വലുതാകണമെന്നില്ല, അത് ചെയ്യുന്ന മനസ്സ് ശുദ്ധമായിരിക്കണം. വൈശാഖ മാസത്തിലെ ഉഷ്ണകാലത്ത് മറ്റൊരാൾക്ക് ദാഹജലം നൽകുന്നത് എത്ര വലിയ പുണ്യമാണെന്ന് ഈ കഥ കാണിച്ചു തരുന്നു. ഹൃദയശുദ്ധിയോടെ ചെയ്യുന്ന ചെറിയ സേവനം പോലും ഭഗവാൻ വിഷ്ണു സ്വീകരിക്കുന്നു. ഈ വൈശാഖ മാസത്തിൽ നമ്മുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കാനും അല്പം ഭക്തിയോടെ സമയം ചിലവഴിക്കാനും ഈ കഥ നമുക്ക് പ്രചോദനമാകട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് എഴുതണേ. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഹരേ കൃഷ്ണ.